ഷോൺ ജോർജ്, നമസ്തേ. KSIDC ഒടുവിൽ വഴങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ കുരുക്ക് മുറുകി അതിൽ കൊണ്ടുവരേണ്ടി വന്നു ഈ അന്വേഷണ വഴി എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം കൂടി വീണ്ടും കോടതിയെ സമീപിച്ചതാണ്. പക്ഷേ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നു. ഷോൺ, ഇന്നലെയും KSIDCയുടെ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു, കേരള ഹൈക്കോടതിയിൽ. ഇതോടൊപ്പം CMRLA കേസ് തടസ്സപ്പെടുത്താൻ വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ കേസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ കേസിൽ വരുന്ന നവംബർ 12 വരെ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ അവർക്ക് അനുകൂലമായി നിൽപ്പുണ്ട്. കപിൽ സിബലാണ് അവർക്ക് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരായത്. കൂടാതെ വീണ വിജയന്റെ എക്സാലോജി കമ്പനി ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഈ കേസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്തതിന് തള്ളി അതിന്റെ അപ്പീൽ അവരിപ്പോ ഫയൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ നിരവധി നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇപ്പോ വീണ്ടും ചോദ്യം ചെയ്യലിന്റെ സാഹചര്യത്തിലേക്കും അന്വേഷണത്തിന്റെ സാഹചര്യത്തിലേക്കും എത്തുന്നത്. വളരെ ഗൗരവമായ കുറ്റമാണ് ഈ വിഷയത്തിൽ KSIDC പൊതുമുതൽ കൃത്യമായി നമ്മൾക്ക് അവകാശപ്പെട്ട പൊതുമുതലിന്റെ ഒരു ഭാഗമാണ് ഇന്ന് KSIDCക്ക് അർഹതപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അർഹതപ്പെട്ട മുതലിന്റെ ഒരു ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിന്റെ അവസാനം മുഖ്യമന്ത്രിയും മകളും ഈ വിഷയത്തിൽ കുറ്റക്കാരാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും എന്ന് വിശ്വസിക്കുന്ന പരാതിക്കാരനാണ് ഞാൻ. ഷോൺ ജോർജാണ് തുടക്കം മുതലേ ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്നെ ഇക്കാര്യം അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിൽ ശാഠ്യം പിടിച്ചതും അതനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിച്ചതും. എന്തായാലും ഷോൺ ജോർജിന്റെ ഓരോ നീക്കവും ഫലപ്രാപ്തിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അതിൽ വലിയ ശുഭാപ്തി വിശ്വാസം തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ കേസ് കൊടുക്കുമ്പോൾ ഞാൻ BJPയുടെ ഭാഗമല്ല. ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ എത്തിയപ്പോൾ ഞാൻ പാർട്ടിയുടെ നേതാക്കളെ, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ നഡ്ഡാജിയോട് എനിക്ക് ഇങ്ങനെ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്, ഇത് മുമ്പോട്ട് പോകാൻ സ്വാഭാവികമായിട്ട് ഒരു പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ ഞാൻ അനുവാദം ചോദിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് അനുവാദം ചോദിച്ചു, എനിക്ക് മുമ്പോട്ട് പോകുവാനുള്ള അനുവാദം വേണം. ഒറ്റ വാക്ക് എന്നോട് പറഞ്ഞുള്ളൂ, ഒരു കോംപ്രമൈസും ഈ പാർട്ടിയിൽ നിന്നും ഒരു കള്ളന്മാർക്കെതിരെയും ഒരു കൊള്ളക്കാർക്കെതിരെയും ഒരു കോംപ്രമൈസും ഈ പാർട്ടിയിൽ നിന്നുണ്ടാവില്ല. BJPയുടെ മെമ്പർ എന്ന നിലയിൽ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ഈ കേസുമായി മുമ്പോട്ട് പോകാനുള്ള എല്ലാ അനുവാദവും തന്നിരിക്കുന്നു എന്ന് ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഈ കേസ് എത്തേണ്ടിടത്ത് എത്തുക തന്നെ ചെയ്യും. ഷോൺ, ഇന്നലെയും ഈ KSIDC കോടതിയെ സമീപിച്ച കാര്യം ഷോൺ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ. ഈ കഴിഞ്ഞ ഇതിനു മുൻപുള്ള ഹർജികൾ പരിഗണിച്ചപ്പോഴൊക്കെ എത്ര നിശിതമായ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നു, എങ്ങനെ അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും, ഒഴിഞ്ഞു മാറാൻ കഴിയും എന്ന കാര്യം പലതവണ കോടതി ചോദ്യം ചെയ്തതാണ്. ഇന്നലെയും എന്ത് വാദം ഉന്നയിച്ചുകൊണ്ടാണ് അവർ പോയത്? ഇവരതിനകത്ത് പറയുന്നത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഞങ്ങൾ ഉൾപ്പെടുന്നതല്ല. ഞങ്ങൾക്ക് ഈ ഡയറക്ടർ ബോർഡിൽ അംഗമാണെങ്കിലും ഞങ്ങൾക്ക് ഈ ഡയറക്ടർ ബോർഡിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല. അവിടെ എന്താണ് നടക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. കേരളത്തിന്റെ വ്യവസായ മേഖലയെ അപ്പാടെ ബാധിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് KSIDC. അതുകൊണ്ട് തന്നെ KSIDCക്കെതിരെ ഇത്ര ആരോപണം വരുമ്പോൾ കേരളത്തിന്റെ വ്യവസായ മേഖലയെ തന്നെ അത് ബാധിക്കും. കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ അവസ്ഥ നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ മാത്രമല്ല ഇവര് പറയുന്നത്, കോടതി അതിനകത്ത് പറഞ്ഞത്, നിങ്ങൾക്കെതിരെ ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ നടന്ന എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ, പച്ചയ്ക്ക് കേരള ഹൈക്കോടതി ചോദിച്ചതാണ്, നിങ്ങൾക്ക് അവിടെ നടന്ന എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അലിഗേഷൻ അവിടെ ഇത്ര വലിയ കോടി രൂപ അവിടെ കൊള്ള നടന്നു എന്ന് അറിയുന്നു. അതിൽ സംസ്ഥാന സർക്കാരിന് 13.18 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായിട്ട് പരാതിക്കാരൻ പറയുന്നു. അവിടെ ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തെ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ഏജൻസി എന്ന നിലയിൽ സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങളല്ലേ? കാരണം നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു കാര്യത്തിൽ കൃത്യമായ ഒരു ഏജൻസി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിനകത്ത് കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കണ്ടുപിടിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പേരിന് KSIDC ഒരു കത്ത്, അതും നമ്മുടെ കേസിനിടയിൽ അവർക്ക് മനസ്സിലായപ്പോൾ ഒരു കത്ത് അയച്ചു, ഇങ്ങനെ ഒരു നഷ്ടം KSIDCക്ക് സംഭവിച്ചിട്ടുണ്ട്, അതിന്മേൽ എന്തെങ്കിലും വിശദീകരണം നൽകണം എന്ന് പറഞ്ഞൊരു പേരിനൊരു കത്തയച്ചതല്ലാതെ സ്വാഭാവികമായും KSIDCക്ക് 13.4% ഷെയറുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്രയും വലിയ 135 കോടി രൂപയുടെ തിരിമറി നടന്നു എന്ന് വ്യക്തമായി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ മുമ്പിൽ CMRL തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ
അതിന്റെ ഫലമായി 18 കോടി രൂപ KSIDCക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ ജനത്തിനും നഷ്ടപ്പെട്ട പൈസയാണ്. ആ പണം തിരികെ പിടിക്കാൻ സംസ്ഥാന സർക്കാർ ഈ നിമിഷം വരെയും ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. അത് കേരള ഹൈക്കോടതിയിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാളിതുവരെയായി ഈ വിഷയത്തിൽ എവിടെയും അവർക്ക് സ്റ്റേ കിട്ടാത്തത്. ഇപ്പം ഡൽഹിയിൽ ഇപ്പൊ സംഭവിച്ചു വെച്ചാൽ ഡൽഹിയിൽ ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിനിടയിൽ ഈ 6 മാസത്തിനിടയിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഇതിനകത്ത് വലിയ കോളുകളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടയിൽ നടത്തിയ നിയമപോരാട്ടം ഒത്തിരി വലുതായിരുന്നു. കാരണം ഇവർക്കെതിരെയുള്ള കേസുകളൊക്കെ ഇവരിങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രമുഖരായ അഭിഭാഷകരാണ് ഈ വിഷയത്തിൽ ഹാജരായിട്ട്. KSIDC മാത്രം ഈ കേസ് റദ്ദ് ചെയ്യാൻ നാളിതുവരെയായും 2 കോടി രൂപയ്ക്ക് മുകളിൽ മുടക്കിയിട്ടുണ്ട് വക്കീൽ ഫീസ് ഇനത്തിൽ. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ CMRൽ കൊണ്ടുവന്നത് കപിൽ സിബലിനെയാണ്. അദ്ദേഹം വന്നുകൊണ്ട് മാത്രമാണ് അടുത്ത ഹിയറിംഗ് വരെ സമർപ്പിക്കരുത് എന്നുള്ളൊരു ഉത്തരവൊക്കെ അവർക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞ അത്രയും ഗൗരവമായി ഈ വിഷയത്തെ ഏറെക്കുറെ ഞാൻ പറഞ്ഞില്ല 8 കോടി രൂപ എങ്കിലും ഈ നിമിഷം വരെയും കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് ഈ കേസിനെ ദുർബലപ്പെടുത്താൻ 8 കോടി രൂപയെങ്കിലും മുടക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ അതിനിടയിൽ എനിക്കെതിരെ എത്ര കേസുകൾ കൊണ്ടുവന്നു, എനിക്കെതിരെ എത്ര അന്വേഷണങ്ങൾ കൊണ്ടുവന്നു. ഈ കോടതി എന്ന് പറയുന്ന സംവിധാനത്തെ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടും ആ സംവിധാനം എനിക്ക് സംരക്ഷണം നൽകുന്നില്ല എങ്കിൽ ഞാനിപ്പോഴേ ജയിലിൽ പോയി. എന്നെ എനിക്കെതിരെ അത്രമാത്രം അലിഗേഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ വൈസ് ചെയർമാനായിട്ടുള്ള സ്ഥാപനത്തിനെതിരെ, എനിക്കെതിരെ എക്കണോമിക് ക്രൈംസ് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിക്ക് ഇത് ബോധ്യപ്പെട്ട് എനിക്കെതിരെ വന്ന 4 അന്വേഷണത്തിനെയും ഹൈക്കോടതി റദ്ദ് ചെയ്ത് സ്റ്റേ കൊടുത്തു. അപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞല്ലോ, ഇനി എന്റെ വസ്തു അളക്കും, എന്റെ ഡാം പൊട്ടിക്കും. അപ്പോ എനിക്കിതിങ്ങനെ ഡാമും അങ്ങനെ ചെക്ക് ഡാമും അല്ലെങ്കിൽ അനധികൃതമായ വസ്തുവും റിസോർട്ടും അളക്കാൻ വസ്തുവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് വസ്തു അളക്കാനുണ്ട്, അതൊന്ന് അളന്ന് കിട്ടിയേ കൊള്ളായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുള്ളൂ. പക്ഷെ എന്താണെങ്കിലും എന്റെ നേരുന്നറിയുള്ള വസ്തു ആയതുകൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഒത്തിരി അന്വേഷണം നടന്നു. അതായത് ഇതുവരെ അളക്കുന്നില്ല, അതൊന്ന് അളന്ന് തന്നാൽ നല്ലതായിരുന്നു എനിക്കും തോന്നി. കാരണം എനിക്കൊന്ന് അളക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷേ ശ്രീ ഷോൺ, ഇനിയിപ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. കാരണം ഇത് 2 സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി നിന്നിരുന്ന ആദ്യ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞുപോയി. കോടതിയിൽ നിന്നൊക്കെ വലിയ തിരിച്ചടി നേരിട്ടു. തുടർന്ന് ഇപ്പോൾ CFOയെ വിളിപ്പിച്ചിരിക്കുന്നു, ചോദ്യം ചെയ്യുന്നതിലേക്ക് വരെ എത്തി നിൽക്കുമ്പോൾ ഇനി ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ളത് വാസ്തവമല്ലേ? ഒരു കാരണവശാലും KSIDCക്ക് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം നിയമപരമായി തന്നെ ഈ CMRൽ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഇനീഷ്യൽ ഡയറക്ടർമാരിൽ ഒരാളാണ് ഇവര് KSIDC. ആ KSIDCക്ക് ഇവിടെ ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി പ്ലോട്ട് ചെയ്യുമ്പോൾ പോലും KSIDC അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള കമ്പനിയാണ്. അങ്ങനെയാണ് സ്ഥാപനം പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാകുന്നത് വരെ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു ഡയറക്ടർ അവിടെ ഉണ്ട്. KSIDCയുടെ ഒരു ഡയറക്ടർ CMRന്റെ ഡയറക്ടർ ബോർഡിൽ നോമിനി ആയിട്ടുണ്ട്, കമ്പനി നോമിനി ആയിട്ട് തന്നെ അവിടെ ഉണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് അതും ഉള്ള ആളുകൾ നിസ്സാരക്കാരൊന്നുമല്ല. ഒന്നെങ്കിൽ വ്യവസായ വകുപ്പിന്റെ ഏതെങ്കിലും ജോയിന്റ് സെക്രട്ടറിമാര്, അല്ലെങ്കിൽ KSIDCയുടെ MD. ഏറ്റവും രസകരമായ കാര്യം, പണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്, ഇവിടുന്ന് റിട്ടയർ ചെയ്യുന്ന ആളുകളൊക്കെ, KSIDയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആളുകളൊക്കെ 2-3 വർഷത്തിനുള്ളിൽ വീണ്ടും CMRന്റെ ഡയറക്ടർമാരായിട്ട് വരികയാണ്. അപ്പോൾ അവിടെ KSIDCയിൽ ഇരുന്ന കാലഘട്ടത്തിൽ എന്തുമാത്രം സേവനം CMRന് ചെയ്തു കൊടുത്തിട്ടാണ് അവരൊക്കെ വീണ്ടും CMRന് ഉദ്യോഗസ്ഥരായിട്ട് വരുന്നത്. ശരിക്കും കേരള സംസ്ഥാനത്തിന് നേരെ നടന്ന ഒരു വലിയ കൊള്ളയാണ് ഇതിലൂടെ പുറത്തു വരാൻ പോകുന്നത്. ഒരു സംശയം വേണ്ട. മുഖ്യമന്ത്രിയുടെ മകളല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ മകൾക്ക് പുഴ കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇവിടെ ആർക്കുമില്ല. മുഖ്യമന്ത്രി ഇവിടെ ഒന്നുണ്ട്, ഈ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന ഈ സമയത്തും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന്റെ മറവിൽ തോട്ടപ്പള്ളിയിൽ നിന്നും മണൽ കടത്തിക്കൊണ്ടിരിക്കുക രാപകലില്ലാതെ. അതിനെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തു. ആ കേസ് ഇതുവരെയും കോടതി പരിഗണിച്ചിട്ടില്ല. അപ്പോ ആ കേസിനെതിരെ ഞാൻ ആ കേസ് ഫയൽ ചെയ്തപ്പോ 8 അഭിഭാഷകരാണ് എനിക്കെതിരെ എഴുന്നേറ്റ് നിന്നത്. പുറത്തോണം, അതും സീനിയേഴ്സ് ആയിട്ട് മാത്രമുള്ളതാണ്. മൈൻസിന്റെ കേരളത്തിന്റെ തീരദേശത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ മൈൻസ് ഡിപ്പാർട്ട്മെന്റിനും അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിനും അവകാശപ്പെട്ട മൈനിങ് ആണ് യഥാർത്ഥത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ നിന്ന് മണൽ മാറ്റണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ
5-10 വർഷമായിട്ട് ഇവർ ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ആ തോട്ടപ്പള്ളിയിലൊന്ന് പോകണം. നിങ്ങൾ ആ തോട്ടപ്പള്ളിയിൽ പോയി അവിടുത്തെ ആളുകൾ, അവിടെ സമരസമിതി ഉണ്ട്, അവിടെ കുടിൽ കെട്ടി അവിടെ സ്ഥിരം സമരവേദിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല. 50 പേരെയാണ് അവിടെ ഈ മണൽ തടയാൻ പോയ 50 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. അവിടെ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും കുറേ ദിവസം കഴിയുമ്പോൾ എല്ലാവർക്കും ബോറടിക്കില്ല. ഏത് വിഷയവും അങ്ങനെയാണ് കേരളത്തിൽ. ഏത് വിഷയവും 10 ദിവസം കഴിയുമ്പോഴത്തേനും മാധ്യമങ്ങളും ശ്രദ്ധ തിരിക്കും, ആളുകൾക്കും ബോറടിക്കും, പിന്നെ അങ്ങോട്ട് പോകില്ല. 8 വർഷമായിട്ട് അവിടെ സമരം നടക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ നോക്കണം, 500 ലോറിയാണ് ഒരു ദിവസം അവിടെ കരിമണൽ കടത്തുന്നത്. 500 ലോറി.